ഈ ഒരു പൗഡറിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരുപാട് ഗുണങ്ങളുള്ളതാണ് കേട്ടോ ഈ ഒരു പൗഡർ. ഇന്നത്തെ ഞാൻ കാണിക്കാൻ പോകുന്ന ഫേസ് പാക്കിലെ മെയിനായിട്ടുള്ളൊരു താരം എന്ന് പറയുന്നത് ഈ ഒരു പൗഡറാണ് കേട്ടോ. നമസ്കാരം, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് സ്പെഷ്യലായിട്ട് ഉച്ച കഴിഞ്ഞതിന് ശേഷമുള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഉച്ച കഴിഞ്ഞ് കുറച്ച് നേരം ഞാൻ റെസ്റ്റ് എടുക്കാറുണ്ട്. രാവിലത്തെ പണികളൊക്കെ കഴിഞ്ഞ്, രാവിലത്തെ അല്ല ഉച്ചത്തെ ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഞാൻ റെസ്റ്റ് എടുക്കാറുണ്ട് കേട്ടോ. റെസ്റ്റ് എടുക്കുകയെന്ന് വെച്ചാൽ ചില ദിവസങ്ങളിൽ മാത്രമാണ് നല്ല പോലെ ഇങ്ങനെ ഉറങ്ങാറ്. അതല്ലാത്ത ദിവസം വെറുതെ കിടക്കും, അരമണിക്കൂറൊക്കെ ഉറങ്ങിയെങ്കിലായി. അങ്ങനെ ഒരു ദിവസമാണ് കേട്ടോ ഇന്ന്. അപ്പോൾ ഞാൻ ഒരു അരമണിക്കൂറോളം മാത്രമാണ് കേട്ടോ കിടന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഉറക്കമൊക്കെ കഴിഞ്ഞ് എണീറ്റു. അതിൻ്റെ ഇടയിലാണ് കേട്ടോ എനിക്കൊരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉറങ്ങുന്നതിൻ്റെ ഇടയിലായ കാരണം ഞാനത് തുറന്ന് നോക്കിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ പിന്നെ അത് തുറന്ന് നോക്കുകയാണ് കേട്ടോ. ഇത് പെൺപെട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് ഞാൻ വാങ്ങിച്ചിട്ടുള്ളൊരു മൽക്കോട്ടൺ സാരിയാണ് കേട്ടോ. ഇതിൻ്റെ ബോഡി ത്രൂ ഔട്ട് ഹിബിസ്കസിൻ്റെ ഡിസൈൻസാണ് കേട്ടോ. എനിക്ക് ഈ മൽക്കോട്ടൺ ഇപ്പോൾ ട്രെൻഡിങ് ആയി നിൽക്കുന്ന ഒരു മെറ്റീരിയലാണല്ലോ. അതും പോരാഞ്ഞിട്ട് നമുക്ക് ഭയങ്കര സുഖമാണ് കേട്ടോ അത് വെയർ ചെയ്യാനായിട്ട്. അത്രയും ഇങ്ങനെ എന്താ പറയുക, നമ്മുടെ ശരീരത്തിനോട് ചേർന്ന് കിടക്കുന്ന ഒരു മെറ്റീരിയലാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ തുറന്ന് നോക്കി. പക്ഷേ അതിൻ്റെ താഴത്തെ ബോർഡർ കുറച്ച് വീതിയുണ്ട് കേട്ടോ. എനിക്ക് അത്ര വീതിയുള്ളത് ഇഷ്ടമല്ല, പക്ഷേ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ തുറന്ന് നോക്കി. പിന്നെ അതുപോലെ തന്നെ മടക്കി വെച്ചു. പിന്നെ എനിക്കൊന്ന് പുറത്ത് പോകാനുണ്ട് കേട്ടോ. ഇനി വൈകിട്ടത്തെ കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട്. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് ഞാൻ മുകളിൽ മുളക്, മല്ലി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കഴുകി ഇട്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ തുണി വിരിച്ചിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് വെച്ചതിന് ശേഷം പുറത്തേക്ക് പോകാമെന്ന് വിചാരിച്ചു. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ സീസൺ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന കാരണം നമുക്ക് മഴ എപ്പോഴാണ് പെയ്യാമെന്നറിയില്ലല്ലോ. അപ്പോൾ ഇതൊരു ഏകദേശം ഒരു 3/4 ഭാഗത്തോളം ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ പിന്നെ ഇനിയും വെള്ളം ആയിക്കഴിഞ്ഞാൽ ബുദ്ധിമുട്ടല്ലേ എന്ന് വിചാരിച്ചിട്ട് അതൊക്കെ പറക്കി അതിൻ്റേതായ, അതായത് എടുത്ത് വെച്ചതിന് ശേഷം പോകാമെന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ കാര്യങ്ങൾ നോക്കുകയാണ് കേട്ടോ. അപ്പോൾ മുളക്, മല്ലി എടുത്തിടുന്നതിൻ്റെ ഇടയിൽ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് ശ്രീബിനേച്ചിനെയാണ് കേട്ടോ. കാരണം അവൾക്കാണ് ഈ മഴ വരുന്നതിന് മുന്നേ ഇങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉള്ളത് കേട്ടോ. അതുപോലെ മഴക്കാലത്ത് തുണി ഉണക്കി തരുന്നതൊക്കെ അവളാണ്. സാധാരണ പണ്ടൊക്കെ ഞങ്ങളുടെ അമ്മയാണ് കേട്ടോ അങ്ങനെ തുണി ഉണക്കി അണ്ടർ ഗാർമെൻറ്റ്സൊക്കെ ഇങ്ങനെ ഉണക്കിയിട്ട് ഞങ്ങളെ ഓരോരുത്തരെ ഏൽപ്പിച്ചിരുന്നതൊക്കെ. പക്ഷേ ഇപ്പോൾ അത് ശ്രീബിനേച്ചിക്കാണ് ആ പണിയുള്ളത് കേട്ടോ. കഴിഞ്ഞ വർഷം വരെ അവൾ നാട്ടിലുള്ള സമയമാണെങ്കിൽ മഴക്കാലത്ത് എല്ലാ സാധനങ്ങളും ഉണക്കി മടക്കി തരുന്നത് അവളായിരുന്നു കേട്ടോ. അങ്ങനെ തുണിയൊക്കെ എടുത്ത് വെച്ചു, മുളക് മല്ലിയൊക്കെ എടുത്ത് വെച്ചു. പിന്നെ ഞാനൊന്ന് പുറത്ത് പോകാനായിട്ട് നിൽക്കുകയാണ്. അടുത്തേക്ക് തന്നെയാണ് പോണത്. 2-3 ഷോപ്പിൽ പോകാനുണ്ട്. അപ്പോൾ ഞാൻ ഡ്രസ്സൊന്നും മാറാനായിട്ട് പിന്നെ നിന്നില്ല കേട്ടോ. പിന്നെ അതിൻ്റെ മുകളിലൊരു ഷ്രഗ് എടുത്തിട്ട് കഴിഞ്ഞാൽ അധികം അറിയില്ലല്ലോ. അപ്പോൾ ആദ്യം പോയത് ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ കടയിലേക്കാണ് കേട്ടോ. ഇത് നമ്മുടെ അവിടെ നിന്ന് കുറച്ച് തന്നെ ഉള്ളൂ കേട്ടോ. ആനക്കോട്ടര അവിടെയാണ് നന്ദുവിന് ഡ്രൈ ഫ്രൂട്ട്സ്, ബദാമും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ അവൻ ജിമ്മിൽ പോകുന്നത് കൊണ്ട് തന്നെ ഇപ്പോൾ ഡ്രൈ ഫ്രൂട്ട്സിനൊക്കെ നല്ല ചിലവാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് വാങ്ങിക്കാനായിട്ട് ആദ്യം ഇറങ്ങിയതാണ്. അങ്ങനെ അവിടെ നിന്ന് ഡ്രൈ ഫ്രൂട്ട്സൊക്കെ വാങ്ങിച്ച, ഡ്രൈ ഫ്രൂട്ട്സ് എന്ന് പറയാനായിട്ട് ആകെ ബദാമും സൺഫ്ലവർ സീഡും മാത്രമാണ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. ബാക്കിയുള്ളത് കുറച്ചൊക്കെ വീട്ടിലുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് വാങ്ങാമെന്ന് വിചാരിച്ചു. പിന്നെ വന്നിട്ട് പാല്, അങ്ങനത്തെ ഗ്രോസറി സാധനങ്ങൾ വാങ്ങിക്കാനുണ്ടായിരുന്നു. അതൊക്കെ വാങ്ങി. പിന്നെ അത് കഴിഞ്ഞിട്ട് മില്ലിലേക്ക് വന്നതാണ് കേട്ടോ. വെളിച്ചെണ്ണ കഴിഞ്ഞിട്ടാണ് ഇരിക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ വെളിച്ചെണ്ണ മില്ലിൽ നിന്നാണ് കേട്ടോ വാങ്ങിക്കാറുള്ളത്. തലയിൽ ഞാൻ വല്ലപ്പോഴും, അതായത് ആഴ്ചയിൽ ഒരിക്കലൊക്കെയാണ് എണ്ണ തേക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ മില്ലിലത്തെ വെളിച്ചെണ്ണയാണ് കേട്ടോ ഉപയോഗിക്കാറ്. അതൊക്കെ വാങ്ങിയിട്ട് പിന്നെ വീട്ടിലെത്തിയതാണ് കേട്ടോ. അപ്പോൾ ഉച്ചയ്ക്ക് ശ്രീച്ചി കുറച്ച് ചക്ക തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ നിന്നേ കുറച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കുറച്ചുകൂടി പാത്രത്തിലാക്കി കൊടുത്തതാണ്. അപ്പോൾ പോയി വന്ന ആ ക്ഷീണം മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ ചായ കുടിക്കണതിന് പകരം ഇന്ന് ചക്കയാണ് കേട്ടോ കഴിച്ചത്. ചായ ഞാൻ ഇപ്പോൾ ഈ ചൂട് തുടങ്ങിയതിന് ശേഷം വിളക്കൊക്കെ കത്തിച്ചതിന് ശേഷമാണ് കേട്ടോ അങ്ങനെ ചായ കുടിക്കാനിരിക്കാറുള്ളൂ. അതല്ലെങ്കിൽ ഇതേപോലെ എന്തെങ്കിലും വൈകിട്ടത്തെ സമയത്ത് കഴിച്ചിട്ട് പിന്നെ വൈകിട്ടത്തെ പണിക്ക് അങ്ങനെ നിൽക്കും കേട്ടോ.
അങ്ങനെ ചക്ക കഴിച്ചതിന് ശേഷം പിന്നെ കൂടുതൽ നേരം ഇരിക്കാൻ നിന്നില്ല. കാരണം വൈകിട്ടത്തെ ഇനി അടിച്ചു വാരാനും അങ്ങനത്തെ കുറച്ച് ക്ലീനിങ് കാര്യങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ തുടയ്ക്കാനായിട്ട് ഞാൻ വിചാരിച്ചു ഒന്ന് തുടച്ചിടാമെന്ന് വിചാരിച്ചു. സാധാരണ എല്ലാ ദിവസങ്ങളും തുടയ്ക്കാറില്ല, ആഴ്ചയിൽ 2 ദിവസമാണ് കേട്ടോ തുടയ്ക്കാറുള്ളൂ. ഇവിടെ പിന്നെ ആരും അങ്ങനെ അഴുക്കാക്കിയിടാനോ അങ്ങനെ വലിച്ചു വാരിയിടാനും ആരും ഇല്ലാത്തത് കൊണ്ട്, കുഞ്ഞു കുട്ടികളൊന്നും ഇല്ലാത്തത് കൊണ്ട് അങ്ങനെ ക്ലീനാക്കിയിട്ട് കഴിഞ്ഞാൽ അതുപോലെ തന്നെ കിടക്കും കേട്ടോ. പിന്നെ വല്ലപ്പോഴും ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി വയ്ക്കുന്ന ആൾ നന്ദുവാണ്. അപ്പം ഞാനത് ഒപ്പം കാണുമ്പോൾ അങ്ങ് ചെയ്യും. അതല്ലെങ്കിൽ അവനെ കൊണ്ട് തന്നെ ചില കാര്യങ്ങൾ അവനെ കൊണ്ട് തന്നെ ചെയ്യിക്കാറുണ്ട് കേട്ടോ. ചില സമയത്ത് അവന് പറഞ്ഞ് അപ്പം തന്നെ ഒന്നും ചെയ്യില്ല. അപ്പോൾ പിന്നെ ഞാനതങ്ങെടുത്ത് ഞാൻ തന്നെ ക്ലീനാക്കി വെക്കും. അങ്ങനെയാണ് കേട്ടോ ചെയ്യാറ്. അപ്പോൾ അടിച്ചു വാരലൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ ഇപ്പോൾ ചൂടായതുകൊണ്ട് കുളിക്കാൻ പോണേറ്റ് മുന്നേ ഇത്തരത്തിലുള്ള പണികളൊക്കെ ഞാൻ വേഗം തീർത്ത് വയ്ക്കുകയാണ് കേട്ടോ. അപ്പോൾ ചപ്പാത്തിക്കുള്ള മാവ് കുഴച്ച് വയ്ക്കുകയാണ്. അപ്പോൾ ചപ്പാത്തിയും പനീർ കറിയും വെക്കാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. ഇപ്പോൾ എന്നും കുറച്ച് മോൻ ജിമ്മിന് പോകുന്നത് കൊണ്ട് ചിക്കൻ ഉണ്ടാവും എല്ലാ ദിവസവും എന്ന് പറയണ പോലെ. അത് അവന് മാത്രമേ ഞാൻ അങ്ങനെ എടുക്കാറുള്ളൂ കേട്ടോ. ഞാനായിട്ട് അങ്ങനെ വല്ലപ്പോഴും കഴിക്കുള്ളൂ. ഇപ്പോൾ എല്ലാ ദിവസവും ഉള്ളത് കൊണ്ട് എനിക്കങ്ങനെ ഇഷ്ടമല്ല കേട്ടോ ചിക്കനൊന്നും വെച്ച് കഴിഞ്ഞാൽ കഴിക്കാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് ചിക്കൻ മാറ്റി ഞാൻ പനീർ കറി വെക്കാമെന്നാണ് കേട്ടോ വിചാരിക്കണേ. അപ്പോൾ അതിന് മുന്നേ ഞാൻ ചപ്പാത്തിക്ക് മാവ് കുഴച്ച് വെക്കുകയാണ്. അങ്ങനെ ചപ്പാത്തിക്കൊക്കെ മാവ് കുഴച്ച് വെച്ചു. അത് ഇത്ര അധികം നേരമൊന്നും അങ്ങനെ വെക്കാറില്ല കേട്ടോ. ഞാൻ ചപ്പാത്തിക്ക് മാവ് കുഴച്ച് അപ്പം തന്നെ പരത്തി ഉണ്ടാക്കാറുണ്ട്. പക്ഷേ ഇന്നിപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് നേരം അവിടെ ഇരിക്കട്ടെ, കറി വെച്ചതിന് ശേഷം അതിൻ്റെ ഇടയിൽ ഗ്യാപ്പുള്ളപ്പോൾ പരത്തിയിട്ട് ചുട്ടെടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ എനിക്കിങ്ങനെ വീഡിയോ എടുക്കാൻ നിൽക്കുമ്പോൾ ഏതെങ്കിലും ഒന്നേ അറ്റ് എ ടൈം ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. എനിക്കങ്ങനെ ഹറിബറി ആയിട്ട് പണികൾ ചെയ്യാൻ അറിയില്ല. അതുപോലെ എന്താ പറയുക, മെസ്സി കുക്കിംഗ് അറിയില്ല കേട്ടോ. അതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു കറി ആദ്യം വെക്കാമെന്ന് വിചാരിച്ചു. അതിനായിട്ട് പനീർ ആദ്യം ഒരു ചൂടുവെള്ളത്തിലിട്ട് വെച്ചതാണ്. അപ്പോൾ ഇന്നത്തെ ലഞ്ചല്ല ഡിന്നർ സ്പെഷ്യൽ ചപ്പാത്തിയും പനീർ കറിയാണ്. അപ്പം ഞാൻ പനീർ കറി ഉണ്ടാക്കുമ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളി ഇടാറില്ല കേട്ടോ. എനിക്കെന്തോ ഈ പനീർ ബട്ടർ മസാലയിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും ആ ടേസ്റ്റ് വരുന്നത് എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. അത് ചേർക്കാതെ ഉണ്ടാക്കി നോക്കുമ്പോഴാണ് എനിക്ക് കുറച്ചും കൂടിയും ആ ഒരു പനീറിൻ്റെ, അതായത് പനീർ ബട്ടർ മസാലയുടെ തനത് ടേസ്റ്റ് വരുന്നത് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ 2 കാര്യങ്ങളും അവോയ്ഡ് ചെയ്തിട്ടാണ് ഇടാറ്. അതേപോലെ ഫസ്റ്റ് ഞാൻ ചെയ്യാൻ പോകുന്നത് ഇനി ബട്ടറിൽ പനീറൊന്ന് അങ്ങനെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ കുറച്ചും കൂടി ഇഷ്ടമാണ് നന്ദുവിന് ഇങ്ങനെ ചെയ്യുമ്പോഴാണ് കുറച്ചും കൂടി ഇഷ്ടം കേട്ടോ. അവൻ ഈ നോർത്ത് ഇന്ത്യൻ ഫുഡ്സിനോട് ഭയങ്കര താല്പര്യമാണ് കേട്ടോ. എനിക്ക് പിന്നെ എല്ലാ തരത്തിലുള്ള ഫുഡ്സും ഇഷ്ടമാണ് കേട്ടോ. നോർത്ത് ഇന്ത്യൻ സൗത്ത് ഇന്ത്യൻ എന്നൊന്നും തരം തിരിച്ചിട്ട് അങ്ങനെ ഞാൻ ഭക്ഷണം കഴിക്കാറില്ല. കിട്ടണത് എന്തോ അത് ഞാൻ കഴിക്കും. അങ്ങനെ പിന്നെ ഫസ്റ്റ് പനീർ വറുത്ത് മാറ്റിയതിന് ശേഷം പിന്നെ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടാണ് കേട്ടോ ഞാൻ സവാള വാട്ടിയെടുക്കാറ്. അതും ബട്ടറിൽ അങ്ങനെ വാട്ടാറില്ല, കാരണം എല്ലാം കൂടിയിട്ട് ബട്ടർ ആവണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ സവാള വഴറ്റുന്നതിൽ കുറച്ച് ബട്ടറും വേറെ 3/4 ഭാഗം ഓയിലും 1/4 ഭാഗം ബട്ടർ മാത്രമേ ഒഴിക്കാറുള്ളൂ കേട്ടോ. അത് ഈ പറഞ്ഞ പോലെ നല്ല പോലെ ഇങ്ങനെ ബ്രൗൺ കളറായാലാണ് ഇത് തക്കാളിയുടെ പേസ്റ്റാണ് കേട്ടോ. തക്കാളിയിൽ കാശ്മീരി ചില്ലി ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. കാശ്മീരി ചില്ലിയുടെ പൗഡർ കഴിഞ്ഞ കാരണം മുഴുവനായിട്ടുള്ള കാശ്മീരി ചില്ലി ഇട്ടിട്ടാണ് തക്കാളി അടിച്ചത്. അതുകൊണ്ടാണ് കേട്ടോ ഈ നല്ല ഒരു റെഡ് കളറായിട്ടിരിക്കുന്നത്. പിന്നെ ഒരു 4 കാഷ്യൂ നട്ടും കൂടിയിട്ട് അരച്ചിട്ടുണ്ട് കേട്ടോ. 4 എടുത്തുള്ളൂ, കാരണം ഇപ്പോൾ ഇതിനൊക്കെ നല്ല ചിലവാണ് വീട്ടിൽ. അതുകൊണ്ട് കൂടുതൽ എണ്ണ ഞാൻ എടുക്കാറില്ല, വെറും 4 കാഷ്യൂ നട്ട് മാത്രമാണ് കേട്ടോ എടുത്തത്. അപ്പോൾ തക്കാളിയും കാഷ്യൂ നട്ടും അതുപോലെ കാശ്മീരി ചില്ലിയും കൂടിയിട്ട് അടിച്ചെടുത്ത പേസ്റ്റാണ് കേട്ടോ ഇപ്പോൾ ചേർത്തത്. പിന്നെ അതിലേക്കുള്ള പൊടികൾ ആഡ് ചെയ്തത് മഞ്ഞൾപ്പൊടി, ഗരം മസാല, പിന്നെ ഒരു 1/2 ടീസ്പൂൺ നല്ല ജീരകം പൊടിച്ചതാണ് കേട്ടോ. അതും കൂടിയിട്ട് ഇട്ടിട്ട് നല്ല പോലെ വഴറ്റി പിന്നെ ഈ ഒരു
എണ്ണമയം അങ്ങനെ തെളിഞ്ഞു വരും. അതായത് ഈ തക്കാളി നല്ല പോലെ വഴറ്റണം കേട്ടോ. ഇതിനാണ് ഈ കറിക്ക് സമയം കൂടുതലായിട്ട് വേണ്ടത്. കാരണം ഈ തക്കാളി നമ്മൾ അരച്ച് ചേർക്കണ കാരണം ഏത് കറിയിലായാലും തക്കാളി അരച്ച് ചേർക്കുമ്പോൾ അതിൻ്റെ ആ പച്ചമണം നന്നായിട്ട് മാറിയാലാണ് നമുക്ക് ആ ശരിയായ രീതിയിലുള്ള ആ ടേസ്റ്റ് വരുള്ളൂ. പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ ചേർത്തത് ഫ്രഷ് ക്രീമാണ് കേട്ടോ. ഫ്രഷ് ക്രീം ഞാൻ കുറച്ച് ഒരു ടീസ്പൂൺ കൂടി കൂടുതൽ ചേർത്തിട്ടുണ്ട്. കാരണം വെച്ചാൽ ഇതിൽ കാഷ്യൂനട്ട് ഞാൻ പറഞ്ഞല്ലോ 4 ആഡ് ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് കുറച്ച് ഫ്രഷ് ക്രീം 1 ടീസ്പൂൺ എക്സ്ട്രാ ചേർത്തിട്ടുണ്ട്. സാധാരണ ചേർക്കണേലും 1 ടീസ്പൂൺ എക്സ്ട്രാ ചേർത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഫ്രഷ് ക്രീമും കൂടി ഇട്ടിട്ട് ഒന്നും കൂടി ഒരു 30 സെക്കൻഡ് അല്ല 1 മിനിറ്റ് വഴറ്റിയതിന് ശേഷം ചൂടുവെള്ളമാണ് കേട്ടോ ഒഴിക്കുന്നത്. ചൂടുവെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഗ്രേവിയുടെ കൺസിസ്റ്റൻസി ശരിയാക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. പിന്നെ ഇടുന്നത് മേത്തി ലീവ്സാണ് കേട്ടോ. അതായത് ഉലുവേര ഇല ഉണക്കിയത്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. ഇതിലേക്ക് കുറച്ച് ഷുഗറല്ല ഹണിയാണ് കേട്ടോ ആഡ് ചെയ്യേണ്ടത്. ഇതിൽ ഞാൻ ഷുഗറാണ് ആഡ് ചെയ്യാറ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള പനീർ ചേർക്കാം. വറക്കാതെ ഈ പനീർ കറി ഉണ്ടാക്കാം കേട്ടോ. എനിക്ക് വറുത്ത് ചേർക്കുമ്പോഴാണ് കുറച്ചുകൂടി ഇഷ്ടമായിട്ട് തോന്നിയിട്ടുള്ളത്. പിന്നെ മല്ലിയില ഇട്ടിട്ട് ലാസ്റ്റ് ഒന്നും കൂടി തിളപ്പിച്ചതിന് ശേഷം ചാറിങ്ങനെ കുറുക്കിയെടുക്കാം കേട്ടോ. നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. ഇതിപ്പോൾ ഞാൻ ഒരുപാടങ്ങ് വറ്റിച്ചെടുക്കാറില്ല. ചപ്പാത്തി കൂട്ടി കഴിക്കുമ്പോൾ ഇത്തിരി ഗ്രേവി വേണ്ടത് വിചാരിച്ചിട്ട് നല്ല കുറുകിയ ചാറ് കൊടുക്കനെയാണ് കേട്ടോ എടുക്കാറ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ചപ്പാത്തി ഉണ്ടാക്കാനായിട്ട് നിന്നതാണ് കേട്ടോ. ചപ്പാത്തി ഇതിനിടയ്ക്ക് ഞാൻ വീഡിയോ എടുക്കണുണ്ടായിരുന്നില്ലെങ്കിൽ ഞാൻ വേഗം ഉണ്ടാക്കുമായിരുന്നു. പക്ഷേ വീഡിയോ കൂടി എടുക്കുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടാണ് കേട്ടോ. അത് അറ്റ് എ ടൈം എനിക്ക് ഒരു പണി ചെയ്യാനാണ് വീഡിയോ എടുക്കുമ്പോൾ പറ്റാറുള്ളൂ. അങ്ങനെ ചപ്പാത്തിയൊക്കെ ചുട്ട് കഴിഞ്ഞു. പിന്നെ കുറേ അധികം പാത്രങ്ങളുണ്ടായിരുന്നു കേട്ടോ സിങ്കിൽ. ആദ്യം വിചാരിച്ചത് കുളി കഴിഞ്ഞ് വന്നിട്ട് അങ്ങ് കഴുകി വയ്ക്കുക സാവധാനം പോലെയെന്ന്. പിന്നെയും നിന്നിട്ട് വിയർപ്പ് ആവില്ലേ എന്ന് വിചാരിച്ചിട്ട് ഇത് കഴിഞ്ഞിട്ട് കുളിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ പാത്രങ്ങളും കൂടിയിട്ട് കഴുകി വയ്ക്കുകയാണ്. സാധാരണ ദിവസങ്ങളിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ചപ്പാത്തിയും കറിയും ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ കറി ആദ്യം ഉണ്ടാക്കി വെച്ചിട്ട് വിളക്കൊക്കെ കത്തിക്കലൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ ചപ്പാത്തി ഉണ്ടാക്കാനായിട്ട് നിൽക്കാറ്. ഇങ്ങനെ നിപ്പിലിങ്ങനെ പണികളിങ്ങനെ തുടരെ ചെയ്യാറില്ല. ഇന്ന് പിന്നെ വിളക്ക് കത്തിക്കാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ പിന്നെ പണികൾക്കായിട്ടങ്ങ് നിന്നതാണ് കേട്ടോ. പിന്നെ ഇനി ലാസ്റ്റ് കുളി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് അങ്ങനെ വിയർക്കണതോ കൂടുതൽ പണികൾ ചെയ്യണത് ഇഷ്ടമില്ലാത്തതുകൊണ്ട് കുളി കഴിയാനായിട്ട് മുന്നേ ഞാൻ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഒപ്പം ചെയ്ത് തീർക്കാറുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ചായ കുടിച്ചിട്ടില്ല കേട്ടോ. സാധാരണ ഞാൻ വിചാരിക്കും ചായ കുടിക്കേണ്ടെന്ന് വിചാരിക്കാറുണ്ട്. പക്ഷേ ചായ കുടിച്ചില്ലെങ്കിൽ എന്തോ ഒന്ന് മിസ്സായ പോലെയാണ്. അതെന്നും ആ നേരത്തെ ചായ കുടിച്ചിട്ടാണ് തോന്നുന്നുണ്ട്. ഇപ്പോൾ ചൂട് തുടങ്ങിയതിന് ശേഷം ഞാൻ വിളക്കൊക്കെ കത്തിച്ചതിന് ശേഷം ഒരു 6:30-ഒക്കെയാണ് കേട്ടോ ചായ കുടിക്കാറ്. അപ്പോൾ പാത്രങ്ങളൊക്കെ കഴുകി വെച്ച് ക്ലീനാക്കിയതിന് ശേഷം ഓടിപ്പോയി വേഗം കുളിച്ച് പിന്നെ ചായ വെച്ചിട്ടിങ്ങനെ ഇരുന്ന് കുടിക്കുകയാണ് കേട്ടോ. അപ്പോൾ ചായ കുടിക്കുമ്പോൾ ഞാൻ ഫോണൊക്കെ നോക്കിയിരുന്ന് ഇനിയിപ്പോൾ പ്രത്യേകിച്ച് പണികളൊന്നും ഉണ്ടാവാറില്ല കേട്ടോ. എല്ലാ ദിവസവും അങ്ങനെ തന്നെയാണ്. ചായ കുടിക്കുന്നതിന് മുന്നേ ഞാൻ പണികൾ വേഗം തീർക്കാറുണ്ട്. ഇപ്പോൾ ദോശയൊക്കെയാണെന്ന് വെച്ചെങ്കിൽ ആ കഴിക്കുന്ന നേരത്ത് മാത്രമാണ് കേട്ടോ. ഒരു 5 മിനിറ്റ് മുന്നെയാണ് ഉണ്ടാക്കുള്ളൂ. അപ്പം അങ്ങനെ ആസ്വദിച്ച് കഴിച്ച് ചിലപ്പോൾ നമ്മൾ ഇങ്ങനെ ഫോണിൽ ഒക്കെ നോക്കിയിരിക്കുന്ന സമയത്തായിരിക്കും നമുക്ക് നെക്സ്റ്റ് നമ്മളെ എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ള ഒരു ഐഡിയ ഒക്കെ കിട്ടുക. അപ്പോൾ ഞാൻ ഒപ്പം അങ്ങനെ നോക്കിയിരിക്കുന്ന സമയത്ത് ബുക്കും പെന്നും എൻ്റെ അടുത്ത് എപ്പോഴും ഉണ്ടാവാറുണ്ട് കേട്ടോ. ഞാൻ ഇപ്പോൾ കിടക്കണേൻ്റെ ബെഡ്റൂമിലായാൽ പോലും എൻ്റെ തലോണയുടെ അടിയിൽ ഒരു ബുക്കും പെന്നും എപ്പോഴും കാണും. അതുപോലെ ഞാൻ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ അവിടെ ഷോക്കേസിൽ എപ്പോഴും വേറൊരു ബുക്കും പെന്നും വെച്ചിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ എനിക്ക് ഉപയോഗമുള്ള സാധനങ്ങൾ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ പെട്ടെന്ന് എനിക്ക് എഴുതി വയ്ക്കും. അല്ലെങ്കിൽ ഞാനത് മറന്നു പോകാറുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുക ഈ ഒരു ചായ കുടിക്കുന്ന സമയത്താണ് കേട്ടോ. അങ്ങനെ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞു. പിന്നെ ഇപ്പോൾ നന്ദു ജിമ്മിലൊക്കെ പോയി വന്നിട്ടുണ്ട്. അപ്പോൾ അവനുള്ള ആ ഒരു ഷെയ്ക്ക് ഉണ്ടാക്കി കൊടുക്കുകയാണ് കേട്ടോ. ഈ ഒരു സാധനം മാത്രം ഞാൻ ടേസ്റ്റ് ചെയ്യാറില്ല കേട്ടോ.
ബാക്കി അവന് എന്ത് കൊടുക്കണമെങ്കിലും ഞാൻ അതിൽ നിന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാറുണ്ട്. പക്ഷേ എനിക്ക് ഈ ഒരു ഷെയ്ക്ക് എന്തോ അത്ര ഇഷ്ടമില്ല കേട്ടോ. ഇതിൽ മധുരമൊന്നും ഇടാണ്ട് അടിക്കണ കാരണം തോന്നുന്നുണ്ട് എനിക്ക്. പക്ഷേ പിന്നെ പഴം ഇടാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്കിഷ്ടമില്ല ടേസ്റ്റ് ചെയ്യാനായിട്ട്. അത് ഫുള്ള് അവൻ തന്നെ കൊടുക്കും കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഭക്ഷണം കഴിക്കാനിരുന്നതാണ് കേട്ടോ. സാധാരണ ദിവസങ്ങളിൽ രണ്ടുപേരും ഒരുമിച്ചാണ് ഇരുന്ന് കഴിക്കാറ്. ഇപ്പോൾ തൊട്ട് ഇവന് ഈ ഷെയ്ക്ക് വൈകിട്ടാണ് ജിമ്മിന് പോകണമെന്ന് വെച്ചാൽ ഈ ഷെയ്ക്ക് കുടിച്ച് കുറച്ച് കഴിഞ്ഞിട്ടാണ് ഫുഡ് കഴിക്കാറുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ നേരത്തെ കഴിക്കും കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. അവനുള്ളത് മാറ്റി വെക്കും കേട്ടോ. അവന് അത് കഴിച്ച് പാത്രമൊക്കെ ക്ലീൻ ചെയ്തിട്ടാണ് പിന്നെ അവൻ കിടക്കാറ്. അപ്പോൾ ഞാൻ വിചാരിച്ചു, കുറേ ആയിട്ട് ഞാനിങ്ങനെ ഹോം റെമഡീസ് ട്രൈ ചെയ്യാറില്ലായിരുന്നു. മുന്നേ നമ്മളെ ചാനലിൽ ഒരുപാട് ഹോം റെമഡീസ് എനിക്ക് എൻ്റെ സ്കിന്നിലിട്ടിട്ട് വളരെയധികം മാറ്റങ്ങൾ വന്നിട്ടുള്ള റെമഡീസാണ് കേട്ടോ നമ്മളെ ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണണം കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഇന്ന് കുറേ ആയിട്ട് ഫേസ് മാസ്ക് ഇട്ടിട്ട് കുറേ ദിവസങ്ങളായി. അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും കൂടിയിട്ട് ഞാൻ ഇടുന്ന ഒരു ഫേസ് പാക്ക് പരിചയപ്പെടുത്തുകയാണ് കേട്ടോ. അപ്പോൾ ഇതിൽ ഞാൻ നേരത്തെ കാണിച്ച ഒരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞത് പൗഡർ രൂപത്തിലുള്ളത് ചെറുപയറിൻ്റെ പൊടിയാണ് കേട്ടോ. അപ്പോൾ തരികളില്ലാണ്ട് മാക്സിമം ഒരു കുറച്ച് തരികൾ മതി. നല്ല പോലെ ഫൈനായിട്ട് പൊടിച്ചെടുക്കുകയെന്ന് വെച്ചാൽ അതാണ് നല്ലത് കേട്ടോ. പിന്നെ അതിലേക്ക് ഈക്വൽ എമൗണ്ടാണ് റൈസ് പൗഡറാണ് ഞാൻ ചേർത്തത് കേട്ടോ. അപ്പോൾ ഈക്വൽ എമൗണ്ട് തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. 1 ടീസ്പൂണ് ചെറുപയറിൻ്റെ പൊടിയാണെങ്കിൽ 1 ടീസ്പൂൺ തന്നെ റൈസ് പൗഡർ ചേർക്കുക. പിന്നെ നെക്സ്റ്റ് ഞാൻ ആഡ് ചെയ്തത് തക്കാളിയുടെ നീരാണ് കേട്ടോ. ഇത് സ്കിൻ ലൈറ്റനിങ്ങിന് ഒരുപാട് ഗുണം ചെയ്യുന്ന ഒന്നാണ് തക്കാളി ജ്യൂസ് എന്ന് പറയുന്നത്. പിന്നെ ഇതിലേക്ക് ആഡ് ചെയ്തത് തൈരായിരുന്നു ആഡ് ചെയ്തത്. അപ്പോൾ തൈരും കൂടി ആകുമ്പോൾ നമ്മുടെ സ്കിന്ന് കുറച്ചും കൂടി മോയ്സ്ചർ കണ്ടൻറ്റ് നിലനിർത്താനും അതേപോലെ ആ ഒരു ടാനൊക്കെ മാറാനായിട്ട് സഹായിക്കുന്ന ഒരു ഫേസ് പാക്കാണ്. അപ്പോൾ ഫേസ് നല്ല പോലെ വാഷ് ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ വൈകിട്ട് കുളിക്കുമ്പോൾ ഫേസ് വാഷ് ഇട്ട് കഴുകിയെന്ന് പറഞ്ഞാലും ഇതുപോലെ എന്തെങ്കിലും ഫേസ് മാസ്കുകളൊക്കെ നമ്മൾ ഫേസിലിടാൻ പോവുകയാണ് നേരത്തെ ആയാൽ പോലും ഫേസ് നല്ലപോലെ ക്ലീൻ ചെയ്തിട്ട് വേണം ആ ഒരു മാസ്ക് ഇടാനായിട്ട് കേട്ടോ. ഞാനിപ്പോൾ ഫേസ് മാസ്ക് ഉണ്ടാക്കി വെച്ചിട്ട് അപ്പം തന്നെ അത് നല്ല പോലെ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. സാധാരണ മിക്സ് ചെയ്തിട്ട് എന്താ പറയുക, ഒരു 2 മിനിറ്റിലൊക്കെ മിക്സ് ചെയ്താൽ പോരാ. നല്ല പോലെ എല്ലാ ഇൻഗ്രീഡിയൻറ്റും നന്നായിട്ട് മിക്സായിട്ട് വരണം ഇതിൽ. എന്നിട്ട് ഞാനൊരു 5 മിനിറ്റ് ഇല്ല, ഫേസ് ഒന്ന് വാഷ് ചെയ്ത് വരുന്ന ആ സമയമുണ്ടല്ലോ, ഒരു 2-3 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഉപയോഗിക്കുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോൾ അത് കഴുത്തിലും മുഖത്തും ഒരേപോലെ ഈവനായിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട്. കണ്ണിൻ്റെ ഏരിയയിൽ അധികം ഞാൻ അപ്ലൈ ചെയ്യുന്നില്ല കേട്ടോ. പിന്നെ ഒരു കാര്യം പ്രത്യേകം പറയാനുള്ളത്, ഹോം റെമഡി ആയാൽ പോലും ചില ഇൻഗ്രീഡിയൻസ് ചിലർക്ക് അലർജി വരുത്താറുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു മാസ്ക് ട്രൈ ചെയ്യുന്നവർ ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് വേണം അപ്ലൈ ചെയ്യാനായിട്ട് കേട്ടോ. ഇത് വെളുത്തിട്ട് പാറാനുള്ള ഒരു ഫേസ് പാക്കല്ല. നമ്മുടെ സ്കിന്നിലുണ്ടാവുന്ന ഡെഡ് സെൽസ് ഒക്കെ റിമൂവ് ചെയ്തിട്ട് സ്കിന്ന് നല്ലപോലെ പോളിഷ് ആവാനായിട്ട് സഹായിക്കുന്ന ഒരു ഫേസ് പാക്ക് കൂടിയിട്ടാണ്. അതുപോലെ ടാനും മാറാനായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അതേപോലെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഈ ഒരു ഫേസ് പാക്ക് ആഴ്ചയിൽ ഒരിക്കൽ മാത്രമാണ് ഉപയോഗിക്കേണ്ടത്. 2 എക്സ്ഫോളിയേറ്റിംഗ് ഏജൻറ്റാണ് നമ്മളിതിൽ ചേർത്തേക്കുന്നത്. ഒന്ന് ചെറുപയറിൻ്റെ പൊടി, രണ്ടാമത്തേത് അരിപ്പൊടി. അപ്പോൾ ഡീപ്പായിട്ടുള്ള ഒരു എക്സ്ഫോളിയേഷൻ നടക്കുന്നത് കൊണ്ട് തന്നെ ഇത് ആഴ്ചയിൽ ഒറ്റ തവണ യൂസ് ചെയ്താൽ മതിയാവും. എല്ലാ സ്കിന്നിനും ഒരേപോലെ യോജിക്കുന്ന ഒന്നാണ്. ഇനി സെൻസിറ്റീവ് സ്കിന്നുള്ളവരാണെങ്കിൽ ഇതിൽ 1 ടീസ്പൂൺ ഹണിയോ അതല്ലെങ്കിൽ 1 ടീസ്പൂൺ അലോവേര ജെല്ലോ ഉപയോഗിച്ചിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അപ്ലൈ ചെയ്യുന്നത് വളരെയധികം നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാനിപ്പോൾ ഫേസ് മാസ്ക് രൂപത്തിലാണ് ഇട്ടേക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്ക്രബിങ് ഒന്നും നേരത്തെ ചെയ്യാത്തത് കൊണ്ട് ഇതൊന്ന് 20 മിനിറ്റാണ് അപ്ലൈ ചെയ്തത് കേട്ടോ. 20 മിനിറ്റ് അപ്ലൈ ചെയ്തതിന് ശേഷം മൈൽഡായിട്ടൊരു സ്ക്രബിങ് കൊടുത്തിട്ട് റിമൂവ് ചെയ്യുമ്പോഴാണ് കുറച്ചുകൂടി എഫക്റ്റ് കിട്ടാറ്. അതല്ല, നിങ്ങളിപ്പോൾ ഒരു വേറെ സ്ക്രബ് ഇട്ടിട്ട് 2 ദിവസമേ ആയിട്ടുണ്ടായിരുന്നുള്ളെങ്കിൽ ഈ ഒരു സ്ക്രബ് ഇട്ടിട്ട് അധികം സ്ക്രബ് ചെയ്യരുത് മുഖത്ത്. ജസ്റ്റ് ഒന്ന് വെറുതെ ഒന്ന് എല്ലാവരും ഒന്ന് നനച്ചതിന് ശേഷം വെറുതെ ഒന്ന് സ്ക്രബ് ചെയ്യാം, എന്നിട്ട് വാഷ് ചെയ്ത് കളയാം കേട്ടോ. ഈ ഒരു
ഫേസ് പാക്ക് ഇട്ടിട്ട് നമ്മൾ ഇപ്പോൾ എന്തെങ്കിലും ഒരു ഫങ്ഷനൊക്കെ ഉണ്ടാവില്ലേ, അപ്പോൾ നമുക്ക് ഇപ്പോൾ പാർലറിലൊന്നും പോകാൻ സമയമില്ല, അതല്ലെങ്കിൽ ഒരു ക്ലീനപ്പ് ചെയ്യാൻ സമയമില്ലാത്തവരാണെങ്കിൽ ഈ ഒരു ഫേസ് പാക്ക് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇതിട്ട് കുറച്ച് കഴിഞ്ഞാൽ അതല്ലെങ്കിൽ പിറ്റത്തെ ദിവസം ആകുമ്പോഴാണ് നമ്മുടെ സ്കിന്ന് ഭയങ്കര സ്മൂത്ത് ആൻഡ് ക്ലീൻ ആയിട്ടിരിക്കും കേട്ടോ. കാരണം ഡീപ്പായിട്ട് എക്സ്ഫോളിയേറ്റ് ചെയ്യുന്നുണ്ട്, അതേപോലെ നമുക്ക് ആ ഒരു ടാനും മാറ്റി തരുന്നുണ്ട് കേട്ടോ ഫസ്റ്റത്തെ യൂസിൽ തന്നെ. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഡെയിലിയോ അതുപോലെ 1-2 ദിവസങ്ങളിലോ ചെയ്യരുത്, ആഴ്ചയിൽ ഒരിക്കൽ മാത്രം ചെയ്യാവുന്ന ഒരു നല്ലൊരു ഫേസ് മാസ്കാണ് കേട്ടോ ഇത്. ഞാനിപ്പോൾ മുഖം ഫുള്ളായിട്ട് വാഷ് ചെയ്തതിന് ശേഷം പിന്നെ ചെയ്യാൻ പോകുന്നത് ഈ ഒരു സ്റ്റെപ്പ് മറക്കാതെ ചെയ്യേണ്ടതാണ് കേട്ടോ. നിങ്ങൾ ഉപയോഗിക്കുന്ന മോയ്സ്ചറൈസർ ഏതാണെങ്കിൽ അത് അപ്ലൈ ചെയ്യുക, അതല്ലെങ്കിൽ ഒരു അലോവേര ജെല്ല് അപ്ലൈ ചെയ്ത് തരണം കേട്ടോ. അത് മറക്കാതെ ചെയ്യേണ്ട ഒരു സ്റ്റെപ്പാണ്. ഏത് ഫേസ് മാസ്ക് ഇട്ട് കഴിഞ്ഞാലും കഴുകി കഴിഞ്ഞതിന് ശേഷം ഈ ഒരു സ്റ്റെപ്പ് മറക്കാതെ ചെയ്യേണ്ടതാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈവനിങ് വ്ളോഗും ഈ ഒരു ഫേസ് പാക്കിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വെച്ചാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാനും ഒപ്പം തന്നെ വീഡിയോയ്ക്ക് ഹൈപ്പ് തരാനും മറക്കരുത് കേട്ടോ.